യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ നൽകാൻ തീരുമാനിച്ചു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. രേണു അവിടെ പോയി, രേണു ഇവിടെ വന്നു, രേണുവിൻ്റെ വീട് ചോരുന്നു, ആ ചോർച്ച ഉണ്ടാകാൻ കാരണം എന്ത്, അല്ലെങ്കിൽ രേണുവിൻ്റെ മുടിയിലെ നീട്ടം കുറവ്, അവരെ കവൾ ഒട്ടിനി പല്ലുണ്ട് കുറവ്, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കാണാതെ പോകുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്ത് ചെയ്താലും അവസാനം നമുക്ക് കിട്ടാനുള്ളത് കിട്ടുമല്ലോ. എന്നാലും അതിനെക്കുറിച്ച് 2 വാക്ക്. ബോച്ചെ 1 കോടി രൂപയാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കുന്നത്. നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും, അത് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവ് അവസാനം ഉണ്ടാവും എന്നുള്ളത് അത് പ്രശ്നമല്ല, എന്നതുകൊണ്ട് പിന്മാറാൻ പറ്റില്ലല്ലോ. $1 മില്യൺ അവർ ഇപ്പൊ ചോദിക്കുന്നത്. ഏകദേശം 9 കോടി രൂപയോളം വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് മുൻകൈ എടുത്തുകൊണ്ട് സർക്കാരും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ആക്ഷൻ കമ്മിറ്റി എല്ലാം മുൻകൈ എടുത്തിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ എല്ലാവരോടൊപ്പം തന്നെ നമ്മുടെ ബോച്ചനെ പറ്റിയിട്ട് നിരവധിയായ വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരിതും കൂടി ഒന്ന് ചെയ്യണം. നിമിഷപ്രിയന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വാർത്തകളിലും നിരന്തരം വന്ന കാര്യം തന്നെയാണ്. അവരെ ജോലിയാർപ്പം യമനിൽ പോയി അവിടുന്ന് നഴ്സിംഗ് ജോലി എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ഇഷ്യൂസ് മറ്റു കാര്യങ്ങളെല്ലാം ആയിട്ട് അവിടുത്തെ ഒരു യമൻ പൗരനെ വധിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. അവരുടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല ഇപ്പം നമ്മൾ കേരളം മൊത്തം ചർച്ച ചെയ്യുന്നത്. അവരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഒത്തൊരുമിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്. അതുകൊണ്ട് മാത്രം നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് മാത്രം. നമ്മൾ ആ വിഷയത്തിനെ പറ്റിയല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ബോച്ചെ എന്ന ഒരു നല്ല മനുഷ്യൻ്റെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. ബോച്ചെ ഇതിനു മുമ്പും ഇതേപോലെ തന്നെ ഒരു വലിയൊരു ധനസഹായം ചെയ്തിട്ടുണ്ട്. ബോച്ചയെ കൊടുത്തു, അതുപോലെ തന്നെ ബോച്ചനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നിന്ന് പിരിച്ചും എല്ലാം കൂടി 34 കോടി രൂപയോളാണ് കൊടുത്തത്. നമ്മൾ കണ്ടല്ലേ, കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് വേണ്ടി 34 കോടി ചോദിച്ചപ്പോൾ 44 കോടി തന്ന മലയാളികൾ തീർച്ചയായും കട്ടയ്ക്ക് നിൽക്കും. പുലിക്കുട്ടികളാണ്. ഒരു അത്യാവശ്യം വന്നാൽ ജാതി മതമൊക്കെ മറന്ന് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത് ലോകത്തിന് മാതൃകയായിട്ടുണ്ട് അല്ലേ. അപ്പോ ഇങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു മനുഷ്യസ്നേഹിയായ ഒരു ബോച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പാലക്കാട് ചിറ്റലഞ്ചേരി സ്വദേശിനിയാണ് ഈ നിമിഷപ്രിയ. ഈ സംഭവം നടക്കുന്നത് 2017 2017 ജയിലിലാകുന്നത്. അവിടെ കൂടെ എന്ന് വെച്ചാൽ യമനിൽ ഇവരെ ഭർത്താവും കൂടി ഉണ്ടായിരുന്നു. തൊഴിൽപരമായ പ്രശ്നം കൊണ്ട് അവർ നാട്ടിലേക്ക് വന്നു. നാട്ടിലിപ്പം ഭർത്താവും മകളും അമ്മയും ഉണ്ട്. ഈ മാസം ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ ഈ തുക കളക്ട് ചെയ്യണം. അതിന് സാധിക്കും. വീണ്ടും അത് ഇവിടെ ആവർത്തിക്കപ്പെടും. അതാണ് മലയാളികൾ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ മോചനത്തിന് വേണ്ടുന്ന സാമ്പത്തികം മാത്രം പോരാ, യമനിലെ കോടതിയിലും അവിടുത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം നിയമ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിമിഷപ്രിയ മോചിതയാവും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ആവണം. അതുപോലെ അബ്ദുൾ റഹീമായാലും ആരായാലും നമ്മുടെ കേരളത്തിലെ ഒരാൾ പോലും മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ജീവൻ നഷ്ടപ്പെടുന്നതാവുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം ഇടപെടുന്നുണ്ട്. അപ്പോൾ മറ്റ് സംഘടനകളെല്ലാം ഇടപെടുന്നുണ്ട്. ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റാണ് 1 കോടി രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുപോലെ തന്നെ അബ്ദുൾ റഹീമിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് 34 കോടി രൂപ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇത്രയും
സ്വാധീനമുള്ള ഇത്രയും ജനസമ്മതനായ ഒരു വ്യക്തി ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിഷ്പ്രയാസം നടക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. സ്നേഹത്തോടെ.